ഹോർമുസ് വീണ്ടും ഇറാൻ അടച്ചതിന് പിന്നാലെ കടലിടുക്ക് കടക്കാൻ ശ്രമിച്ച കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വ്യാപക ആക്രമണത്തിന്റെ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആക്രമിക്കപ്പെട്ടവയിൽ ഇന്ത്യൻ കപ്പലുകളും ഉണ്ട് എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇറാൻ ഹോർമൂസ് തടാകം തുറന്നു കൊടുക്കും എന്ന് പറയുന്നതല്ലാതെ ഈ ഏപ്രിൽ 18-ന് ഇവർ ഇത് പൂർണ്ണമായും അടച്ചിരിക്കുക. അമേരിക്ക തങ്ങൾക്ക് മേലിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധവും കപ്പൽ വിലക്കും നീക്കാത്തതാണ് ഇതിന് പിന്നിലെ കാരണം. ഇപ്പോൾ കിട്ടിയ ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം ഈ ഹോർമൂസ് തടാകത്തിലൂടെ കടന്നുപോയിട്ടുള്ള ഇന്ത്യൻ പതാക വച്ച സാൻമാർ ഹെറാൾഡ് എന്ന ഇന്ത്യൻ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ വെടിയുതിർത്തിരിക്കുകയാണ്. ഇതോടെ 8ഓളം എണ്ണക്കപ്പലുകൾ യാത്ര പകുതി വഴിയിൽ വെച്ച് നിർത്തി തിരിച്ച് പേർഷ്യൻ ഗൾഫിലേക്ക് തന്നെ മടങ്ങി പോവുകയുണ്ടായി. ഇറാൻ അമേരിക്കയുമായി വെച്ചിരിക്കുന്ന ആണവ കരാറിലും മറ്റ് വിഷയങ്ങളിലുമൊന്നും വിട്ടുവീഴ്ച വരുത്താതെ ഇവർക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഇത്തരം ഉപരോധങ്ങൾ നീക്കം ചെയ്യില്ല എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള തർക്കത്തിൽ ഈ ഒരു ചെറിയ തടാകത്തിന് ഇത്ര വലിയൊരു പ്രാധാന്യം ഉണ്ടാകുന്നത്? എന്താണ് അമേരിക്കയുടെ നിബന്ധനകൾ? നമുക്കെല്ലാം ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് സയൻസ് പ്രോ. നിലവിൽ ഒരു ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം എവിടെയായിരിക്കും ലോകത്തിൽ? അതായത് ലോകത്ത് തന്നെ അപ്പാടെ സ്തംഭിപ്പിക്കാൻ ശക്തിയുള്ള മോസ്റ്റ് ഡേഞ്ചറസ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോകത്തിലെ ഒരു സ്ഥലം നിങ്ങളൊന്ന് പറ, ഏതായിരിക്കും? നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് യുക്രൈൻ എന്നോ അല്ലെങ്കിൽ തായ്വാൻ എന്നൊക്കെ ആയിരിക്കും. കാരണം അവിടെയാണല്ലോ ഈ യുദ്ധങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ. എന്നാൽ ലോകത്തിന്റെ സാമ്പത്തിക നാളം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അതിനെയാണ് സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അല്ലെങ്കിൽ ഹോർമൂസ് തടാകം എന്ന് വിളിക്കുന്നത്. ഇന്ന് നമ്മുടെ ഈ ലോകം പ്രവർത്തിക്കുന്നതിൽ ഇന്ധനത്തിന്, അതായത് പെട്രോളിയം ഉൽപ്പന്നത്തിനും ഒക്കെ ഒരു വലിയൊരു പങ്കാണുള്ളത്. ഇത് ഒരു ദിവസം ഇല്ലെങ്കിൽ ലോകത്തിൽ നടക്കുന്ന സകലമാന പ്രവർത്തനങ്ങളും, അത് ഈ പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെടാത്ത പ്രവർത്തനങ്ങൾ പോലും എന്താവും, വഴിവെക്കലായി പോകും. അപ്പോൾ ഈ വരുന്ന ഇന്ധനത്തിന്റെ ഭൂരിഭാഗവും ഒഴുകുന്നത് ഏതുവഴിയാണ്? ഈ ഹോർമൂസ് തടാകത്തിലൂടെയാണ്. അതായത് ലോകത്തിലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ എന്ന് പറയുന്നത്. വെറും 33 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രദേശത്തിനുള്ളത്. ഈ സ്ഥലം അടഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ, ഡീസലിൻ്റെയൊക്കെ വില 500 മുതൽ 1000-ന് മുകളിലേക്ക് പോയേക്കാം. അതായത് ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കാനുള്ള ഒരു അതീവ ശക്തി ഈ ഒരു പ്രദേശത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളുടെയൊക്കെ തോക്കൻ മുനമ്പിലാണ് ഈ ഒരു പ്രദേശം നിലനിൽക്കുന്നത്. ആദ്യം ഈ ഹോർമൂസ് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. ഇറാനും ഒമാനും ഇടയിലുള്ള ഒരു ഇടസന്ധിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതായത് ഇടയ്ക്കുള്ള ഒരു സ്ഥലം. പേർഷ്യൻ ഗൾഫിൽ നിന്നും പുറത്തേക്ക് കിടക്കാനുള്ള ഒരേ ഒരു മാർഗം ഇതുമാത്രമാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ പേർഷ്യൻ ഗൾഫിനെയും ഒമാൻ ഉൾക്കടലിനെയും അതുവഴി അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഏക വഴി. ഇതിന്റെ ഒരു വശത്ത് ഇറാൻ സ്ഥിതി ചെയ്യുന്നു, മറുവശത്ത് ഒമാന്റെ മുസരും പെനിസുലയും. ഈ ഭാഗത്തെ ഏറ്റവും കുറഞ്ഞ വീതി 33 കിലോമീറ്റർ ആണ്. എന്നാൽ വലിയ കപ്പലുകൾക്ക് വെറും 3 കിലോമീറ്റർ വീതി മാത്രമാണ് സഞ്ചരിക്കാനുള്ളത്. ഒരു വശത്ത് ഇറാന്റെ അതിർത്തി, ഒരു വശത്ത് ഒമാന്റെ അതിർത്തി. ഇതിന്റെ ഇടയിലൂടെയുള്ള ഈ ചെറിയ വഴിയിലൂടെയാണ് ലോകത്തിലേക്കുള്ള 20 മുതൽ 30% എണ്ണ ടാങ്കറുകളും കടന്നു പോകുന്നത്. ഇനി ചില ഞെട്ടിക്കുന്ന കണക്കുകൾ ഞാൻ പറയാം. പ്രതിദിനം ശരാശരി 2 കോടി ബാരൽ അസംസ്കൃത എണ്ണയാണ് ഈ വഴി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യ, ഇറാഖ്, UAE, കുവൈറ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെയൊക്കെ സാമ്പത്തിക നിലയുടെ നെടും തൂണാണ് ഈ പ്രദേശം. പിന്നെ LNG, അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിന്റെ 1/3 ഭാഗവും ഈ വഴിയാണ് കടന്നു പോകുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കാര്യം സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും ഈ ഹോർമൂസ് തടാകം വഴിയാണ് വരുന്നത്. ഇവിടെ എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എണ്ണ വില വാണം വിട്ടതുപോലെ കുതിച്ചു വരും. അതായത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന 80% ഓയിലും മിഡിൽ ഈസ്റ്റ് പോലുള്ള പുറം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇവിടെ അടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പല രീതിയിൽ അത് ബാധിക്കും. അതായത് ഇന്ധനവില വർദ്ധിക്കും, ട്രാൻസ്പോർട്ടേഷനെ അത് ബാധിക്കും. ഇവിടെ നിലവിൽ കച്ചവടം ചെയ്യുന്ന പച്ചക്കറി മുതൽ ഏത് ഐറ്റത്തിനായാലും എന്ത് ചെയ്യും, വില കുത്തനെ ഉയരും. നമ്മുടെ രാജ്യം സാമ്പത്തികപരമായിട്ടുള്ള ഒരു രൂക്ഷാവസ്ഥയിലേക്ക് കടന്നു പോകും. അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ എനർജിയെ ഇല്ലാതാക്കാൻ ഈ ഒരു പ്രദേശത്തിന് കഴിയുന്നത് കൊണ്ട് ഇന്ത്യൻ നേവിയുടെ ഒരു കണ്ണ് എപ്പോഴും ഇതിനു മേലുണ്ടായിരിക്കും. ഹോർമൂസിനെ ചോക്ക് പോയിന്റ് എന്നുകൂടി വിളിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇതുവഴി സഞ്ചരിക്കാനുള്ള കപ്പലിന്റെ പാത എന്ന് പറയുന്നത്, ഷിപ്പിംഗ് ലൈൻ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ മാത്രമാണ്. രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കടലിന്റെ വടക്ക് ഭാഗം ഇറാനിന്റെ ടെറിട്ടറിയൽ വാട്ടേഴ്സിൽ നിന്നാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇറാന്റെ കണ്ണ് വെട്ടിച്ച് എണ്ണക്കപ്പലുകൾക്ക് ഈ വഴി പോവുക എന്ന് പറയുന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്.
അതുകൊണ്ട് തന്നെ ഇറാന് ലഭിച്ച രാഷ്ട്രീയ വജ്രായുധമാണ് ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതായത് ഇവർക്ക് അമേരിക്കയുമായിട്ട് എന്തെങ്കിലും തർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഹോർമൂസ് തടാകം അടച്ചിടും എന്നതാണ്. ഇത് വെറും ഒരു ഭീഷണി മാത്രമല്ല, ഈ ഹോർമൂസ് തടാകം അടച്ച ചരിത്രം വരെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. 1980-88 നടന്ന യുദ്ധത്തിൽ ഇവർ ഹോർമൂസ് തടാകം അടച്ചിട്ടുണ്ട്. അതായത് അന്ന് ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് ടാങ്കർ വാർ എന്ന് പറയുന്ന ഒരു പുതിയ ഒരു യുദ്ധരീതി ഇവർ നടത്തി. അതായത് പരസ്പരം തമ്മിലടിച്ച ശേഷം ഈ ഹോർമൂസിലൂടെ പോകുന്ന എണ്ണക്കപ്പലുകൾക്ക് മേൽ ഇവർ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സമയത്ത് ലോകത്തിലെ എണ്ണവില വളരെ വലിയ രീതിയിൽ കുതിച്ചുയരുകയുണ്ടായി. 2009 ഇത്തരത്തിൽ എണ്ണക്കപ്പലുകൾക്ക് നേർ ഇവർ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രദേശത്ത് മുഴങ്ങുന്ന ഓരോ വെടിയൊച്ചയും ലോകത്തെ മുഴുവനായും ഞെട്ടിത്തെറിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. എങ്ങനെയാണ് ഹോർമൂസിന് ഈ പേര് ലഭിച്ചത്? ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ പേർഷ്യൻ വാക്കായ ഹുർമോക് എന്നതിൽ നിന്നാണ് ഈ പേര് വന്നതെന്ന് കരുതപ്പെടുന്നു. ഈന്തപ്പന എന്നാണ് ഇതിന്റെ അർത്ഥം. 11-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട് വരെ ഇവിടെ കിങ്ഡം ഓഫ് ഹോർമൂസ് എന്നൊരു പ്രബല സാമ്രാജ്യം ഉണ്ടായിരുന്നു. 1514 പോർച്ചുഗീസുകാർ ഇത് പിടിച്ചടക്കി. ഇവിടെ വലിയൊരു കോട്ട നിർമ്മിച്ചു. ഇപ്പോഴും ചരിത്രത്തിന്റെ അവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. രാഷ്ട്രീയം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഈ ഹോർമൂസ് എന്ന് പറയുന്നത് വിനോദസഞ്ചാരികളുടെ ഒരു കേന്ദ്രമാണ്. ഇവിടുത്തെ വിവിധ നിറത്തിലുള്ള മണലുകൾ വളരെയധികം ഭംഗിയുള്ളതും പ്രശസ്തി ആർജിച്ചതുമാണ്. ചുവപ്പും മഞ്ഞയും വെള്ളയും കലർന്ന പാറകളും മണ്ണുമൊക്കെ ഈ ദ്വീപിനെ ഒരു റെയിൻബോ ഐലൻഡാക്കി മാറ്റുന്നു. 2026 ഏപ്രിലിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനോട് അമേരിക്ക പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ഡിമാൻഡുകൾ വളരെ കർശനമാണ്. പ്രധാനമായും 5 കാര്യങ്ങളാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഒന്നാമത്തേത് ഹോർമൂസ് കടലിടുക്ക് തുറക്കുക. ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമൂസ് കടലിടുക്ക് യാതൊരു ഉപാധികളും കൂടാതെ അന്താരാഷ്ട്ര കപ്പലുകൾക്കായി തുറന്നു കൊടുക്കണം എന്നതാണ് അമേരിക്കയുടെ ഒന്നാമത്തെ ഡിമാൻഡ്. കപ്പലുകളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് നിർത്തണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ആണവ പദ്ധതികൾ നിർത്തലാക്കുക. ഇറാൻ അണുബോംബ് നിർമ്മിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പൂർണ്ണമായും ഉപേക്ഷിക്കണം. നിലവിലുള്ള യുറേനിയം ശേഖരം അമേരിക്കയിലേക്ക് മാറ്റണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിസൈൽ നിയന്ത്രണം. ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണവും പരീക്ഷണവും ഇറാൻ നിർത്തണം. പ്രാദേശിക ഗ്രൂപ്പുകൾക്കുള്ള പിന്തുണ അവസാനിപ്പിക്കുക. മിഡിൽ ഈസ്റ്റിലെ ഹിസ്ബുള്ള, ഹൂത്തികൾ തുടങ്ങിയ സായുധ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സൈനികവും സാമ്പത്തികവുമായ സഹായം ഇറാൻ അവസാനിപ്പിക്കും. തടവുകാരെ മോചിപ്പിക്കുക. ഇറാൻ തടവിലാക്കിയിട്ടുള്ള അമേരിക്കൻ പൗരന്മാരെ ഉപാധികളില്ലാതെ വിട്ടയക്കണം. ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചില്ലെങ്കിൽ ഇറാന്റെ ജലവിതരണ സംവിധാനങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ, പാലങ്ങൾ എന്നിവ ആക്രമിക്കുമെന്ന് അമേരിക്ക ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഏപ്രിൽ 13 മുതൽ ഇറാനിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പോകുന്ന കപ്പലുകളെ തടയാൻ അമേരിക്കൻ നാവികസേന ഹോർമൂസിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനുള്ള ഇറാന്റെ മറുപടി എന്ന് പറയുന്നത് തങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണിതെന്നും ഉപരോധം നീക്കാതെ ഈ ഡിമാൻഡുകൾ അംഗീകരിക്കില്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. ഈ തർക്കം നിലവിൽ ലോകത്തിലെ എണ്ണവില കുതിച്ചുയരാൻ കാരണവുമായിട്ടുണ്ട്. അപ്പോൾ ഹോർമൂസ് തടാകത്തെ പറ്റി പറഞ്ഞാൽ ഇത് വെറുമൊരു ജലപാത മാത്രമല്ല, ലോകത്തിന്റെ തന്നെ എനർജി ഹൈവേ ആണ് ഈ പ്രദേശം എന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു യുദ്ധം കേവലം ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്നതല്ല, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഈ ഹോർമൂസ് തടാകത്തിന് മേൽ ഒരു കണ്ണെപ്പോഴും വെച്ചിട്ടുണ്ടായിരിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ തുടർന്നു പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ സാമ്പത്തികപരമായി ആകെ പ്രതിസന്ധിയിലാകും. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോവുകയാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമാധാനമായി പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളും രക്ഷപ്പെടും, അതുപോലെ തന്നെ മറ്റു രാജ്യക്കാരും രക്ഷപ്പെടും. എന്തായാലും അങ്ങനെ ഒരു ശുഭപ്രതീക്ഷയ്ക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ കാണുന്നതായിരിക്കും.